എറണാകുളം തൃക്കാക്കര മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള ഹോട്ടലുകളിൽ നിന്നും മാലിന്യ ശേഖരണം പുനരാരംഭിക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്നാണ് ഹോട്ടലുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നത് നിർത്തിവച്ചത്. യഥാസമയം മാലിന്യം നീക്കം ചെയ്യാൻ നിലവിലെ സ്വകാര്യ ഏജൻസിക്ക് കഴിയുന്നില്ലെന്നും KHRA കുറ്റപ്പെടുത്തി. 2023 മാർച്ച് മാസത്തിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് ഹോട്ടലുകളിലെ മാലിന്യ നീക്കം പ്രതിസന്ധിയിലായത്. മുനിസിപ്പാലിറ്റി നേരിട്ട് നടത്തിയിരുന്ന മാലിന്യ ശേഖരണം നിലവിൽ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മാലിന്യം നീക്കം ചെയ്യുന്നതിൽ ഏജൻസികൾ വീഴ്ച വരുത്തുന്നതായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ആരോപിച്ചു. ചില പ്രൈവറ്റ് കമ്പനികളാണ് തൃക്കാക്കര നഗരസഭയിലെ ഹോട്ടലുകളിലെ മാലിന്യം കളക്ട് ചെയ്യുന്നത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അങ്ങനെ കളക്ട് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനികളുടെ ഉത്തരവാദിത്തക്കുറവ് മൂലം അവർ പല ദിവസവും മാലിന്യം എടുക്കാൻ വരാതിരിക്കുകയും ഹോട്ടലുകളെ ചൂഷണം ചെയ്തുകൊണ്ട് 2-3 ദിവസം എത്തുമ്പോൾ നമുക്കറിയാം ഈ മാലിന്യം ദുർഗന്ധം വമിക്കുന്ന രീതിയിലാവുകയും അതിന് അന്യായമായിട്ടുള്ള പൈസ ഹോട്ടലുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് പലപ്പോഴും 2-3 ദിവസം കഴിഞ്ഞ് ഇവർ ഇത് കളക്ട് ചെയ്യുന്നത്. മാലിന്യം ശേഖരിക്കാൻ ഏജൻസികൾക്ക് തോന്നുംപടിയാണ് നിരക്ക് ഈടാക്കുന്നത്. യഥാസമയം മാലിന്യം നീക്കം ചെയ്യാത്തത് ഹോട്ടലുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഇതിനു പുറമെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ആരോഗ്യവകുപ്പും നഗരസഭയും പിഴ ഈടാക്കുകയാണെന്നും KHRA ഭാരവാഹികൾ പറഞ്ഞു. സ്വകാര്യ ഏജൻസിയുടെ ചൂഷണത്തിൽ നിന്നും മുക്തമാക്കാൻ മാലിന്യ നീക്കം മുനിസിപ്പാലിറ്റി തന്നെ ഏറ്റെടുക്കണമെന്നാണ് ഹോട്ടലുടമകളുടെ ആവശ്യം. ജനം, കൊച്ചി.